ഹായ് ഓൾ, ഇന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വെറും 2 ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഈവനിങ് സ്നാക്ക് നമുക്കിനി ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് 4-5 സ്ലൈസസ് ബ്രെഡാണ്. ഇത് ഞാനിവിടെ ക്യൂബ്സ് ആയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 2 മുട്ട വേണം. ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രെഡ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ സൈഡ്സ് ഒന്നും കട്ട് ചെയ്യാത്തതാണ്, നമുക്ക് മുഴുവനായിട്ട് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ നന്നായിട്ട് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് ഫ്ലെയിമിലിട്ടൊന്ന് ചൂട് കൊടുത്താൽ മതി. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ബ്രെഡ് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ബ്രെഡിൻ്റെ എണ്ണത്തിനനുസരിച്ചാണ് മുട്ടയുടെ എണ്ണം നമ്മൾ തീരുമാനിക്കുന്നത്. ഇവിടെ 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പം ബ്രെഡിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് മുട്ടയുടെ എണ്ണവും കൂടുതലായിട്ട് വരും. ഇവിടെ 2 മുട്ട ഞാനിവിടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ചില്ലി ഫ്ലേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഞാനിവിടെ കുരുമുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളിതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ബ്രെഡ് നന്നായിട്ട് കുതിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മുട്ടയും കൂടെ യൂസ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇതനുസരിച്ച് നമ്മൾ ചെയ്യുക. ഇനി നമ്മൾ ഇതൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് നമ്മളിതിനെ പരത്തി വെക്കുകയാണ്. നമ്മളെന്നിട്ടൊരു ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാമേ. പെട്ടെന്ന് തന്നെ ഇത് മൊരിഞ്ഞ് കിട്ടും. നന്നായിട്ട് ഒരു സൈഡ് വെന്തിട്ടുണ്ട്. നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ചീസിൻ്റെ സ്ലൈസുകൾ ഇട്ട് കൊടുക്കാം. ചീസിൻ്റെ സ്ലൈസുകൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം. നമുക്കിനി ജസ്റ്റ് ഇതൊന്ന് മെൽറ്റ് ആകുന്നിടം വരെ കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ചീസ് നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട്. നമ്മളിനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം ടൊമാറ്റോ സോസ് ഒഴിച്ച് ഗാർണിഷ് ചെയ്യുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് ചില്ലി ഫ്ലേക്സും ഒറിഗാനോ ഒക്കെ ഇടുന്നത് വളരെ നല്ലതാണ്. നമ്മളിപ്പോൾ തൽക്കാലം കുറച്ച് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് നമ്മളിതിനെ ഗാർണിഷ് ചെയ്തെടുക്കുകയാണ്. വളരെ നിസ്സാര ടൈം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ഒരു 4 മണിക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും കൂടെ വേണേ. താങ്ക്